ഗൈസ്, വെൽക്കം ബാക്ക് ടു വേദി വ്ലോഗ്സ്. ബറോസ് ഞങ്ങൾ ഇന്നലെ കണ്ടു. ആദ്യം തന്നെ ലാലേട്ടന് ഒരു ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഒരു മൂവി തന്നതിന്. കാരണം മലയാളത്തിൽ എന്നല്ല, ഇന്ത്യയിൽ മറ്റു ഭാഷകളിൽ തന്നെയും ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സിനിമകൾ മാത്രമേ ഇറങ്ങുന്നുള്ളൂ. മലയാളത്തിന്റെ മഹാനടനായ ലാലേട്ടൻ ആദ്യമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അത് ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമ തന്നെ സെലക്ട് ചെയ്തത്. ലാലേട്ടന് ഞങ്ങൾ കുട്ടികളോടുള്ള ഇഷ്ടമാണ് കാണിക്കുന്നത്. താങ്ക് യു ലാലേട്ടാ. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ലാലേട്ടനോട് കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ട്. ചില സമയങ്ങളിൽ ഇതിലെ ചില കഥാപാത്രങ്ങൾ പോർച്ചുഗീസ് ഭാഷയാണ് സംസാരിക്കുന്നത്. സബ്ടൈറ്റിൽസ് എഴുതി കാണിക്കുന്നുണ്ടെങ്കിലും ഒരേ സമയം സബ്ടൈറ്റിൽസ് വായിക്കാനും വിഷ്വൽസ് കാണാനും ഞങ്ങൾ കുട്ടികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന മലയാളത്തിലെ ആദ്യത്തെ 3D സിനിമ ഇപ്പോഴും ടിവിയിൽ വരുമ്പോൾ ഞങ്ങൾ രസിച്ച് കാണാറുണ്ട്. അതിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ധാരാളം തമാശകളുണ്ട്. എന്നാൽ ബറോസിൽ ഇതുപോലുള്ള ഫൺ എലമെന്റ്സ് കുറച്ചും കൂടി ഉൾപ്പെടുത്താമായിരുന്നു. ലാലേട്ടൻ ഈ സിനിമയിൽ ഒരു ഭൂതമാണ്, ഒരു മെജീഷ്യനാണ്. ഒരുപാട് അമാനുഷിക ശക്തികളുണ്ട്, അദൃശ്യനാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ ഒരുപാട് ഫൺ എലമെന്റ്സ് പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ ഇസയും ബറോസും തമ്മിലുള്ള ആ മനോഹര ബന്ധത്തെ കുറിച്ചാണ് പറയാനുള്ളത്. ഇസബെല്ലയും ബറോസും തമ്മിലുള്ള ബന്ധം വളരെ ടച്ചിങ് ആയിരുന്നു. എന്നാൽ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇസയും ബറോസും തമ്മിലുള്ള ആ ഒരു ബന്ധം ഇമോഷണലി അത്രയ്ക്ക് കണക്ട് ആയില്ല. ഇവരുടെ ബന്ധം കുറച്ചും കൂടി സ്ട്രോങ് ആക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഇനി ഇതിലെ പോസിറ്റീവ് സൈഡ്സ്, ഞങ്ങളെ ആകർഷിച്ച കാര്യങ്ങളെ കുറിച്ച് പറയാം. ഇതിലെ 3D കിടിലനായിരുന്നു. സാധാരണ ഇന്ത്യയിൽ ഇറങ്ങുന്ന സിനിമകൾ 2Dയിൽ എടുത്തിട്ട് 3Dയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് പതിവ്. എന്നാൽ ബറോസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് 3D ക്യാമറ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹോളിവുഡ് ലെവൽ സിനിമ കാണുന്ന ഫീൽ ആയിരുന്നു. ദൃശ്യവിസ്മയം എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയാണ്. പല സീനുകളും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ഇതിന്റെ ക്യാമറ വർക്ക് സൂപ്പറാണ്. അതുപോലെ എഡിറ്റിംഗ് നന്നായിരുന്നു. ചില സീനുകളിൽ കുറച്ചു ലാഗ് തോന്നിയിരുന്നു. സംഭാഷണങ്ങൾ കുറച്ച് ഡ്രാമാറ്റിക് ആയി തോന്നി. ഇതിലെ മ്യൂസിക് നന്നായിരുന്നു. ലാലേട്ടൻ പാടിയ ഇസബെല്ല എന്ന പാട്ട് ഒരു സ്ലോ പോയ്സൺ പോലെയാണ്. ഇന്നലെ സിനിമ കണ്ട് വന്നതിന് ശേഷം ഇപ്പോഴും ഞങ്ങൾ ആ പാട്ട് മൂളിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ ലാലേട്ടൻ തന്റെ ആദ്യ ചിത്രം വളരെയധികം ടെക്നിക്കൽ പെർഫെക്ഷനോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. ലാലേട്ടന് ഇത് ഒരു ക്ലാസിക് മൂവിയായി എടുക്കണോ അതോ ഒരു കമേഴ്ഷ്യൽ മൂവിയായി എടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന പോലെ തോന്നി. എന്തായാലും ഇതിലെ 3D വിഷ്വൽസ് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ആസ്വദിക്കേണ്ട ഒന്നാണ്. ഇനി മറ്റൊരു ചിത്രത്തിന്റെ കുട്ടി റിവ്യൂവുമായി വരുന്നത് വരെ, ദിസ് ഈസ് വേദിക് നിമാൽ സൈനിങ് ഓഫ്. ബൈ.